ലുട്ടാപ്പി കുട്ടൂസനെ ഫോണിൽ വിളിച്ചു. കിട്ടി, നീ താഴെ നോക്ക്, ഒരു കുളം കാണുന്നുണ്ടോ? അത് തന്നെ, ആ കുളത്തിന് മുകളിലൂടെ പറക്കുന്നവർ ഏതെങ്കിലും ജീവിയാകും. മുകളിൽ നിന്ന് മാറിയാൽ പഴയ രൂപം കിട്ടും. എന്താണോ പരിപാടി? ലുട്ടാപ്പി കാര്യമെല്ലാം പറഞ്ഞു. അപ്പോൾ ഇതാണ് എന്നെയും കൂടി പറത്തടാ, ചുമ്മാ രൂപം മാറാനാ. രണ്ടല്ലടാ, 3 മായായും മാറും. അങ്ങനെ മായാവിയും കരടിയായടാ. നല്ല തമാശയായിരുന്നു. തിരിച്ചു പറഞ്ഞപ്പോൾ പിടിക്കാൻ കഴിയില്ല. എന്തതിന് പരിപാടി? പറയാമേ, പറക്കുന്ന പെട്ടിയാ. അകത്ത് കയറി ഇരുന്ന് ലൊക്കേഷൻ കൊടുത്താൽ മതി. പെട്ടി പറന്ന് നേരെ ആ സ്ഥലത്തെത്തും. അടിപൊളി. അയ്യോ മുത്തു, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. കുട്ടൂസന്റെ വീട്ടിലേക്ക് ലൊക്കേഷൻ ഇടാ. ദേ പോയി. ഇത് സൂപ്പർ. കിളികളൊക്കെ ഒന്ന് വരണ്ട മട്ടുണ്ട്. ഒരു പെട്ടി പറന്നു വരുന്നത്. വിക്രമോ, ഇതെന്തു വിദ്യ? പറക്കും പെട്ടി ലൊട്ടലൊടുക്കിന്റെ സൂത്രമോ? വീട്ടിലിരുന്ന് മൊബൈലിൽ ലൊക്കേഷൻ ഇട്ടാൽ മതി. ബുദ്ധിമാനാരാ? അതെന്തിനാ? നിനക്ക് കൊമ്പൊന്നുമില്ലേ? കൊമ്പട വിരുദ്ധോ? ഇനി എന്തോ വിക്രമന്റെ പരിപാടി? ക്യാഷൊക്കെ തീർന്നു. ഏതെങ്കിലും ബാങ്കിൽ പറന്നിറങ്ങണം. അതിനു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് SI കിട്ട് 2 കൊടുക്കണം. ഒറ്റയിട്, ഒറ്റ പറക്കൽ. ഓൾ ദ ബെസ്റ്റ്. എന്നാൽ വിക്രമിന്റെ പിന്നാലെ മറ്റൊരാളുണ്ടായിരുന്നു. ഓ, പോലീസ് സ്റ്റേഷനിലേക്കാണ് പോക്ക്. വൈകാതെ വിക്രമൻ, SI സാറിനെ വിളി, ഒരു സമ്മാനം കൊടുക്കാനോ? പോലീസിനോടാണോ നിന്റെ കളി? കളി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അയ്യോ, ഇനി എന്നെ പിടിക്കാമെങ്കിൽ പിടിച്ചോ. അടുത്ത നിമിഷം പറക്കും പെട്ടി എങ്ങനെ ചെറുതായി? അത് മായാവിയുടെ വിദ്യയായിരുന്നു. ഇനിയുള്ള കളി ഞങ്ങൾ കാണിച്ചു തരാം. എന്നാലും അതാരാ ചെറുതാക്കിയത്?